അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ഭാഗം അതാ നമ്മുടെ ജഡ്പഡ് നടുക്കടിനെ രക്ഷപ്പെടുത്തി അവർ രണ്ടുപേരും കൂടെ ആ പാലത്തിലേക്ക് കയറുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലേ? അതുവരെ എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുമോ എന്നറിയില്ല. എങ്കിലും നിങ്ങൾ എങ്ങനെ ഈ തന്നിട്ടുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക, നോക്കിയിട്ട് വായിക്കുക, പഠിക്കുക. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. പിന്നെ നമ്മൾ ഇത്രയും സമയം ഈ കഴിഞ്ഞ ക്ലാസ് 2 ക്ലാസ്സായിട്ട് എടുത്തിട്ടുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നറിയാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് നമ്മൾ ഈ പാഠത്തില് നടുക്കട് അതുപോലെ തന്നെ ജഡ്പഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കുട്ടികളെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. ക്വസ്റ്റ്യൻ തുടങ്ങാം. നടുക്കട് और ജഡ്പഡ് को कितना साल का फर्क था? നടുക്കടിനും ജഡ്പഡിനും തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ടായിരുന്നു? ആൻസർ എന്താ വരുന്നത്? 2 സാൽ അല്ലേ? 2 പേരും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ഒരു കുട്ടി 2 വയസ്സിന് മൂത്തതാണ്, മറ്റേ കുട്ടി 2 വയസ്സിന് ഇളയതും. दोनों अगले गांव के स्कूल में पढ़ते थे क्यों? 2 പേരും അടുത്ത ഗ്രാമത്തിലുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നത് എന്ന് പറഞ്ഞല്ലോ. ക്യോ എന്തുകൊണ്ടാണ് ആ കുട്ടികൾ അടുത്ത ഗ്രാമത്തിലുള്ള സ്കൂളിൽ പോയി പഠിച്ചത്? ഉൻകെ ഗാവ് മേ സ്കൂൾ നഹീ താ അല്ലേ? അവരുടെ ഗ്രാമത്തിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല. ഉൻകെ ഗാവ് മേ സ്കൂൾ നദി. അതുകൊണ്ടാണ് അവര് അടുത്ത ഗ്രാമത്തിലുള്ള സ്കൂളിൽ പോയി പഠിച്ചത്. ദോനോം കൈസേ സ്കൂൾ ചലത്തേ ഥേ? 2 പേരും എങ്ങനെയാണ് സ്കൂളിലേക്ക് പോയിരുന്നത്? എങ്ങനെയാണ് അവർ സ്കൂളിലേക്ക് പോയിരുന്നത്? നടന്നിട്ടാണ് പോയിരുന്നത് അല്ലേ? പൈദൽ ചൽക്കർ. എങ്ങനെയാണ്? പൈദൽ ചൽക്കർ ജാത്തേ ഥേ. ദോനോം സ്കൂൾ മേ പൈദൽ ചൽക്കർ ജാത്തേ ഥേ. നടുക്കട് കോൻസി മേ പഠിത്തേ ഥേ? നടുക്കട് ഏത് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്? ഏത് ക്ലാസ്സിലാണ് നടുക്കട് പഠിച്ചിരുന്നത്? നടുക്കട് തീസരി മേ. ജഡ്പഡ് കോൻസി മേ പഠിത്തേ ഥേ? ജഡ്പഡ് ഏത് ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്? പാഞ്ചവി മേ. ഇനി അടുത്തത് ചോദിക്കാൻ, സ്കൂൾ ജാത്തേ വക്ത്, സ്കൂളിൽ പോകുന്ന സമയത്ത്, സ്കൂൾ ജാത്തേ വക്ത് ഉനേം ക്യാ ക്യാ ചീസേം ദേഖ്തേ ഥേ? അതായത് സ്കൂൾ ജാത്തേ വക്ത് ഉനേം രാസ്തേ മേം ക്യാ ക്യാ ചീസേം മിൽത്തി ഥി? ഒന്നുകൂടെ പറയാ. സ്കൂൾ ജാത്തേ വക്ത് ഉനേം രാസ്തേ മേം ക്യാ ക്യാ ചീസേം മിൽത്തി ഥി? സ്കൂളിൽ പോകുന്ന സമയത്ത് അവര് വഴിയിൽ എന്തൊക്കെയാണ് കണ്ടിരുന്നത്? പോകുന്ന സമയത്ത് അവര് വഴിയിൽ കാണുന്ന ഓരോ വസ്തുക്കൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഭാഗത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? പോക്കർ, ബർഗദ്, ഗേത്ത്, നാല അല്ലെ? ഗേത്ത്, പിന്നെ എന്താണ്? ബാഗ്, നാല, ഔർ നദി. അത്രയും കാര്യങ്ങളാണ് അവർ സ്കൂളിൽ പോകുന്ന സമയത്തും വരുന്ന സമയത്തും കണ്ടിരുന്നത്. ഇനി നടുക്കടുക്കോ ക്യാ ജാൻതാ താ? നടുക്കടിന് എന്താണ് അറിയുമായിരുന്നത്? നടുക്കടിന് എന്തറിയും എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? നടുക്കടുക്കോ കാഗസ് കി നാവ് ബനാന ജാൻതാ താ? നടുക്കടിന് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുമായിരുന്നു അല്ലേ? കടലാസ് തോണി ഉണ്ടാക്കിയിട്ട് നടുക്കട് അത് വെള്ളത്തിൽ വെക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ സമയത്താണ് അവൻ വെള്ളത്തിലേക്ക് വീണു പോകുന്നതും ഒഴുകി പോകുന്നതും. അപ്പൊ നടുക്കടിന് എന്തുണ്ടാക്കാൻ അറിയുമായിരുന്നു? നടുക്കടിന് കാഗസ് കാ നാവ് ബനാന ജാൻതാ താ, കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ ജഡ്പഡ് കോ ക്യാ ജാൻതേ ഥേ? ജഡ്പഡിന് എന്തറിയുമായിരുന്നു? ജഡ്പഡ് കോ തൈർന ആത്താ താ? ജഡ്പഡിന് നീന്താൻ അറിയുമായിരുന്നു. ജഡ്പഡിന് നീന്താൻ അറിയുന്നതുകൊണ്ടല്ലേ അനുജനെ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്? കൂതുക്കർ, ചാടിയിട്ട് വെള്ളത്തിലേക്ക് ചാടി നീന്തി രക്ഷപ്പെടുത്തി അനുജനെ അല്ലേ? അപ്പൊ എന്താണ്? ജഡ്പഡിന് നീന്താൻ അറിയുമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ ജഡ്പഡ് നടുക്കട് ചെയ്യുന്ന കുറച്ച് വികൃതികൾ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പാത്രോം കി വിശേഷതായേം നോക്കുകയാണെങ്കിൽ, പാത്രോം കി വിശേഷതായേം
നടുക്കട്, നടുക്കടിന്റെ വിശേഷത എന്താണ്? बागा से आम तोड़ना, बाग से आम तोड़ना, ബർഗദ് കി ജഡേ പക്കഡ് കർ ജൂൾന. തോട്ടത്തിൽ കയറിയിട്ട് എന്ത് ചെയ്യാ? മാങ്ങയൊക്കെ പറിച്ചെടുക്കുക. അതുപോലെ തന്നെ ബർഗദ് കി ജഡേ പക്കഡ് കർ, ബർഗദിന്റെ വേരിൽ പിടിച്ചിട്ട് തൂങ്ങി ആടി കളിക്കുക. അതൊക്കെയാണ് ആര് ചെയ്തിരുന്നത്? നടുക്കട് ചെയ്തിരുന്നത്. പിന്നെ കാഗസ് കാ നാവ് ബനാന, കടലാസ് തോണി ഉണ്ടാക്കുക. പാനീമേ ബദക് ആർ മച്ചലി കോ ദേക്കർ രുക്ന, വെള്ളത്തില് ബദക്കിനെയും അതുപോലെ തന്നെ മച്ചലി മത്സ്യത്തിനെയൊക്കെ നോക്കി നിൽക്കുക. സ്കൂളിൽ പോകുന്ന സമയത്ത് അവൻ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് മച്ചലി ബദക്ക് അതിനെയൊക്കെ നോക്കി നിൽക്കും. അങ്ങനെയുള്ള സ്വഭാവം നടുക്കടിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗേത്തുമേം ഗുസ്കർ ഗാനേക്ക് ചീസേൻ ടൂർണ, അല്ലെ, വയലിൽ കയറിയിട്ട് എന്ത് ചെയ്യും? ഭക്ഷിക്കാൻ യോഗ്യമായിട്ടുള്ള വസ്തുക്കൾ തിരയും. അങ്ങനെയും അവൻ ചെയ്യാറുണ്ടായിരുന്നു. എങ്കിൽ നടുക്കടിന്റെ വിശേഷത എന്താണെന്ന് നോക്കാം. നടുക്കടല്ല, ജഡ്ബഡിന്റെ വിശേഷത എന്താണെന്ന് നോക്കാം. മാംസേ ശിക്കായത്ത് കർണ, അവൻ എന്താ ചെയ്യുന്നത്? അമ്മയോട് പരാതി പറയും. നദിയമേൻ തയർനാത്ത, അവന് നദിയിൽ നീന്താൻ അറിയും. ചോട്ടേക്ക ഹാത്ത് പക്കടുക്കർ ദൗഡാന, കുട്ടിയുടെ താഴെയുള്ള കുട്ടിയുടെ കൈ പിടിച്ചിട്ട് ഓടിപ്പിക്കും. സ്കൂൾ കെ രാസ്തേമേ കൈ ബാർ ചോട്ടേക്ക് ഇന്തസാർ കർണ പർത്ത, സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അനുജനെ പ്രതീക്ഷിച്ച് നിൽക്കും. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കുറെ സമയം തിരിഞ്ഞു നോക്കും, അനുജനെ കാണാനുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. ഒരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വേഗതയിലാണ് ജഡ്ബഡ് നടക്കുന്നത്, ധീരെ ധീരെ നടക്കുന്നതാണ് നടുക്കട്. അതുകൊണ്ട് തന്നെ നടുക്കടിനെ തിരിഞ്ഞു നോക്കി അവനെ അവിടെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ജഡ്ബഡിന് ഉണ്ടായിരുന്നത്, അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കി ഇനി നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ നടുക്കടിനെ രക്ഷപ്പെടുത്തിയ ഭാഗം വരെയാണ് എടുത്തത്. ചടനെ ലഗ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. ഇനി ബാക്കി നോക്കാം. പുൽ പർ പഹൂഞ്ച ഹി ദാക്കി നടുക്കട് അചാനക് ഗലാ ഫാഡ്കർ രോനെ ലഗ, പാലത്തിൽ കയറിയ ഉടനെ തന്നെ നടുക്കട് അചാനക് പെട്ടെന്ന് എന്താണ് അവൻ ചെയ്തത്? ഗലാ ഫാഡ്കർ, തൊണ്ട പൊട്ടുന്ന ഉച്ചത്തിൽ അവൻ കരയാൻ തുടങ്ങി. ജഡ്ബഡിനെ കഹാ अब तो तुम बह जाने से बच गए हो फिर क्यों रो रहे हो, എന്നാണ് ജഡ്ബഡ് പറയുന്നത്. നീ ഇപ്പോൾ ഒഴുകി പോകുന്നതിൽ നിന്നും, ബഹുജാന പറഞ്ഞ ഒഴുകി പോവുക, ഒഴുക്കിൽ പെട്ടതായിരുന്നു ആര്? നടുക്കട് ഒഴുക്കിൽ പെട്ടതായിരുന്നു. ആ ഒഴുക്കിൽപ്പെട്ട നടുക്കടിനെ ജഡ്ബഡ് ധീരമായി രക്ഷപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പോഴേക്ക് അവൻ കരയാൻ തുടങ്ങുന്നു. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, अब तो तुम बह जाने से बच जाए हो फिर क्यों रो रहे हो, നിന്നെ ഞാൻ ഒഴുക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയതാണ്, എന്നിട്ട് നീ എന്തിനാണ് കരയുന്നത്? നടുക്കടിനെ രോത്തേ രോത്തേ കഹാ, അത് കേട്ട നടുക്കട് എന്താ ചെയ്യുന്നത്? രോത്തേ രോത്തേ കഹാ, കരഞ്ഞുകൊണ്ട് പറയുകയാണ്. തും ഗർ ജാക്കർ മാംസേ മേരി ശിക്കായത്ത് കരോഗെ, നീ വീട്ടിൽ പോയിട്ട് അമ്മയോട് എന്നെ പരാതി പറയും എന്ന് പറയാണ്. അഗർ ന കരും തോ, അങ്ങനെ ചെയ്തില്ലെങ്കിലോ? തോ ജോ കഹോ നടുക്കട് കാ രോന ബന്ദ് ഹോ ഗയ, നീ പറഞ്ഞോളൂ, നടുക്കടിന്റെ രോന ബന്ദ് ഹോ ഗയ, കരച്ചിൽ അപ്പോൾ തന്നെ അവിടെ നിന്നു. മുझे കാഗസ് കി നാവ് ബനാന നഹീം ആത്ത തും സിഖാ ദേഗേ, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയില്ല. തും സിഖാ ദോഗെ, നീ എന്നെ പഠിപ്പിക്കുമോ? സിഖാന പഠിപ്പിക്കുക, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയില്ല, അത് നീ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചേട്ടൻ ചോദിക്കാണ്. ആ ഉസ്മേ ക്യാ ഹേ, ആ അതിനെന്താണ്? നടുക്കട് ഖുഷ് ഹോക്കർ ബോല, നടുക്കട് വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു. പർ മുझे തൈർനാ നഹി ആത്ത തും സിഖാ ദോഗെ, എനിക്ക് നീന്താനും അറിയില്ല, അത് നീ എന്നെ പഠിപ്പിക്കുമോ? हाँ उसमें क्या है, ആ അതിനെന്താണ്? ജഡ്ബഡ് ने मुस्कुराते हुए നടുക്കട് के ശബ്ദോं की नकल की और दोनों भाई हंस पड़े, അതെങ്ങനെയാണ് ജഡ്ബഡ് പറഞ്ഞത്? നടുക്കട് എങ്ങനെയാണോ നേരത്തെ ഹാ ഉസ്മേ ക്യാ ഹേ എന്ന് ചോദിച്ചിരുന്നത്, അതേ ശൈലിയിലാണ് ജഡ്ബഡും ചോദിച്ചത്. അതായത് നടുക്കടിനെ അനുകരിച്ചു. നക്കൽ കർണ പറഞ്ഞ അനുകരിക്കുക, അവനെ അനുകരിച്ചിട്ട് അതുപോലെ അനുകരിച്ചു പറഞ്ഞു. എന്നിട്ട് രണ്ടു സഹോദരങ്ങളും ഹസ് പടേ ചിരിച്ചു. लेकिन जड़बड़ ने नड़कड़ का बस्ता उससे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उड़ाया. ജഡ്ബഡ് എന്ത് ചെയ്തു? നടുക്കടിനെ അവന്റെ ബാഗ്, നടുക്കടിന്റെ ബാഗ് അവന്റെ കയ്യിൽ കൊടുത്തിട്ട്
ജഡ്പട് അവന്റെ സ്വന്തം ബാഗ് കൈവരിയിൽ നിന്നും എടുത്തു. തോ ഏക്ദം ചിന്തിത് ഹോക്കർ ബോല, എന്നിട്ട് ഒരു നിമിഷം ചിന്തിച്ചിട്ട് പറഞ്ഞു, അരെ ചോട്ടെ ഹം ദോനോ കെ കപ്പടെ ഭീഗ് ഗയേ ഹേ. നോക്കൂ ചോട്ടെ, നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രം നനഞ്ഞിരിക്കുകയാണ്. ഹമേ ഭീഗ് കപ്പടോം സേ ദേക്ക് മാം പൂച്ചേകി. നമ്മുടെ ഈ നനഞ്ഞ വസ്ത്രം കണ്ടാൽ അമ്മ ചോദിക്കും. പൂച്ചന പറഞ്ഞ എന്താ? ചോദിക്കുക. നമ്മുടെ ഈ നനഞ്ഞ വസ്ത്രം കണ്ടിട്ട് അമ്മ ചോദിക്കും. തോ ക്യാ കഹേങ്കി, അപ്പൊ നമ്മൾ എന്ത് പറയും? സ്കൂളിലേക്ക് പോയതാണ്, തിരിച്ചു വരുന്ന സമയത്ത് രണ്ട് കുട്ടികളും നനഞ്ഞു വരുന്നു. അപ്പൊ അമ്മ ചോദിക്കില്ല ഇത് എന്ത് പറ്റിയെന്ന്. അപ്പൊ അമ്മ ചോദിക്കും നമ്മൾ എന്ത് പറയും എന്ന് പറയാണ്. ആ ബെഡേ അബ് നടുക്കടിനെ ഏക്ക് പൽ സോച്ച ആർ ബോല. നടുക്കട് ഒരു നിമിഷം ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു, ആവോ ദൗഡ് ലഗാത്തെ. നടുക്കട് എന്താ പറഞ്ഞത്? വരൂ നമുക്ക് ഓടാം. നടുക്കട് ഒരു ഉപായം കണ്ടെത്തി. എന്താണ്? ഓടിയിട്ട് വസ്ത്രം ഉണക്കാം എന്നൊരു ഉപായമാണ് അവൻ കണ്ടെത്തിയത്. കപ്പടെ അപ്പനെ ആപ് സൂക് ചായെങ്കെ, വസ്ത്രം താനെ ഉണങ്ങിക്കോളും. നമ്മൾക്ക് ഓടാം. ഓടിക്കഴിഞ്ഞാൽ എന്താണ്? വസ്ത്രം താനെ ഉണങ്ങും. ആ ഏക് ടീക്ക്, ആ അത് ശരിയാണ്. ജഡ്ബഡിനെ അപ്പന ബസ്ത പീഠ് പർ ടാങ്കത്തെ ഹുയെ കഹ. ജഡ്ബഡ് തന്റെ ബാഗ് പുറത്ത് തൂക്കിയിട്ടുകൊണ്ട് പറഞ്ഞു. नटखट ने भी अपना बस्ता पीठ पर टांगा लिया और झटपट के बराबर गड़े होकर दौड़ शुरू करने के अंदाज में बोला, एक दो तीन. दोनों दौड़ पड़े. നടുക്കടും എന്ത് ചെയ്തു? അവന്റെ ബാഗ് പുറത്തു തൂക്കിയിട്ടു. ജഡ്പടുക്കെ ബരാബർ ഗഡെ, ജഡ്പടിന്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് അവൻ എണ്ണാൻ തുടങ്ങി. ഓടാനുള്ള എണ്ണാൻ തുടങ്ങി. എന്താണ്? 1 2 3 എന്നവന് എണ്ണി. ഏക് ദോ തീൻ. ദോനോം ദാഡ് പടെ, രണ്ടുപേരും ഓട്ടം ആരംഭിച്ചു. ആകെ പീച്ചെ നഹി, മുന്നിലോ പിന്നിലോ അല്ല. ഏക് ദൂസരെ കാ ഹാത്ത് പക്കടെ സാത്ത് സാത്ത്, ഒരാളുടെ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചിട്ട്. ഏക് ദൂസരെ കാ ഹാത്ത് പക്കടെ, ഒരാൾ മറ്റൊരാളുടെ കൈ പിടിച്ചത്. അതായത് രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചിട്ട് സാത്ത് സാത്ത് ഒന്നിച്ചാണ് അവർ ഓടിയത്. സർദിയാം അബി ശുരു നഹി ഹുയി തി, മൗസം സാഫ് ദ. സർദിയാം അബി ശുരു നഹി ഹുയി തി, തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല വ്യക്തമായ തെളിച്ചമുള്ള കാലാവസ്ഥയായിരുന്നു. ചടുക്കീലി ധൂപ് നിഗലി ഹുയി തി. ദോനോ ബായി മസേ മേ ദൗഡനെ ചലേ ഗയേ. എന്താണ്? ചെറിയ എന്താണ് പറയാ, ധൂപ് വെയിൽ ഉണ്ടായിരുന്നു. ദോനോ ബായി മസേ മേ ദൗഡത്തെ ചലേ ഗയേ. രണ്ട് സഹോദരങ്ങളും വളരെയധികം രസകരമായിട്ട് തന്നെ ഓട്ടം തുടങ്ങി. നാലാ പാർ കിയ, നാലാ പാർ ചെയ്തു. ബാഗ് പാർ കിയ, ബാഗ് പാർ ചെയ്തു. ഗേത്ത് പാർ കിയ, ഗേത്ത് പാർ ചെയ്തു. ബർഗദ് കോ ബി പീച്ചെ ചോട് ദിയ, ബർഗദിനെയും അവർ പിന്നിലാക്കി. ലേക്കിൻ പോക്കർ തക്ക് പहुंचते पहुंचते दोनों दिख गए. പോക്കർ വരെ എത്തിയപ്പോൾ, പോക്കർ താലാബ് വരെ എത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? രണ്ടുപേരും വളരെയധികം ക്ഷീണിച്ചിരുന്നു. ദോനോം ദിക്ക് ഗയെ ആർ രുക്ക് ഗയെ, രണ്ടുപേരും ദിക്കിനെ പറഞ്ഞാൽ ക്ഷീണിക്കുക. രണ്ടുപേരും വളരെയധികം ക്ഷീണിച്ചിരുന്നു. ആർ രുക്ക് ഗയെ, അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്നു. രുക്കിന പറഞ്ഞാൽ നിൽക്കുക. कपड़े सूख गए ചോട്ടെ, ജഡ്ബഡിനെ ഹസ്തേ ഹുയെ ലേക്കിൻ കുച്ച് ഹോത്തെ ഹുയെ കഹ. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. എന്താണ്? അവരുടെ വസ്ത്രം ഉണങ്ങിയിരിക്കുന്നു. കപ്പടെ സൂക്ക് ഗയേ ഹേ, വസ്ത്രം ഉണങ്ങിയിരിക്കുന്നു. അപ്പോ ജഡ്ബഡ് പറയാണ് ചിരിച്ചുകൊണ്ട്, ഹസ്തേ, ഹസ്ന പറഞ്ഞാൽ കിതയ്ക്കുക, ഹസ്തേ ഹുയെ, ഹഫ്തേ പറഞ്ഞാല് കിതയ്ക്കുക, ഹാഫ്ന പറഞ്ഞാൽ കിതയ്ക്കുക, ഹാഫ്തേ ഹുയെ കിതച്ചുകൊണ്ട്. കപ്പടെ സൂക്ക് ഗയേ ഹേ ചോട്ടെ എന്ന് ജഡ്ബഡ് കിതച്ചുകൊണ്ടാണ് പറഞ്ഞത്. കിതച്ചിട്ടാണെങ്കിലും ലേക്കിൻ ഖുശ് ഹോത്തെ ഹുയെ കഹാ, ലേക്കിൻ പക്ഷേ സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത്. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വസ്ത്രം ഉണങ്ങിയിരിക്കുന്നു. ഹാ ബഡേ വാക്കയി, ആ ബഡേ ശരിയാണ്. കപ്പടേ തോ സൂക്ക് ഗയേ, വസ്ത്രം ഉണങ്ങിയിരിക്കുന്നു. നടുക്കടിനെ ബി ഖുശ് ഹോക്കർ കഹാ, നടുക്കടും വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു. തബി നടുക്കടുക്കോ പോക്കർ കിനാരെ ഏക്ക് ചികന്നി കിട്ടി ദിഗായിപ്പടി. അപ്പോഴാണ് നടുക്കടിന് ആ പോക്കറിന്റെ തീരത്ത് നിന്ന് ഒരു ചികന്നി കിട്ടി, തിളങ്ങുന്ന ഒരു കല്ല് കിട്ടിയത്. ചികന്നി തിളങ്ങുന്ന, ഗിട്ടി കല്ല്, ചെറിയ കല്ലിനെയാണ് ഗിട്ടി എന്ന് പറയുന്നത്. നടുക്കടിനെ ഉസേ ഉഡാലിയ ഓർ തിർച്ചെ ഹോക്കർ ഉസേ ഇസ് तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई.
നടുക്കട് വികൃതിയാണല്ലോ നടുക്കട്. ആ സമയത്ത് നടുക്കട് എന്താണ് ചെയ്തത്? ആ കല്ലെടുത്തിട്ട് വെള്ളത്തിലേക്ക് എറിഞ്ഞു. ഫേങ്ക് ദിയ, വെള്ളത്തിലേക്ക് എറിഞ്ഞു. ഗിട്ടി പാനി കി സതഹ് പർ ഉചൽത്തി ഹുയി ദൂർ തക്ക് ചലി ഗയി. ആ കല്ല് വെള്ളത്തിൽ കുതിച്ച് കുറച്ചു ദൂരെ വരെ പോയി. ദേഖാ ദേഖി ജഡ്ബഡ് ने भी एक गिट्टी उड़ाकर फेंक दी. അത് കണ്ടതും കണ്ടു കണ്ടില്ല എന്ന രീതിയിൽ ജഡ്ബഡും എന്തു ചെയ്തു? പെട്ടെന്ന് തന്നെ ഒരു കല്ലെടുത്തിട്ട് ഫേങ്ക് ദി, എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനി മേ ഗുഡുപ് ഹോ ഗയി. ഗുഡുപ് ഹോന പറഞ്ഞാൽ മുങ്ങിപ്പോവുക. പക്ഷെ അവന്റെ കല്ല് ഏകദം, ആ കല്ല് എറിഞ്ഞ ഉടനെ തന്നെ ആ നിമിഷത്തിൽ തന്നെ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. ബെഡേ തുംകോ ഗിട്ടി പൗരാന നഹി ആതാ. ചേട്ടാ, നിനക്ക് ഗിട്ടി എറിയാനും അറിയില്ലേ, കല്ലെറിയാനും അറിയില്ലേ എന്ന് ചേട്ടനെ കളിയാക്കി ചോദിക്കുകയാണ് ആര്? ജഡ്ബഡ് സോറി നടുക്കട് ചോദിക്കുകയാണ്. ആ ചോട്ടെ തും സിഖാ സക്തേ ഹോ. ആ, എനിക്ക് അറിയില്ല അനുജ, നീ പഠിപ്പിച്ചു തരുമോ എന്ന് ചേട്ടൻ ചോദിക്കുന്നു. ക്യോ നഹി അബീലോ. പിന്നല്ലാതെ ഇങ്ങോട്ട് നോക്കൂ, ഇപ്പൊ തന്നെ പഠിപ്പിച്ചു തരാന്ന് പറയാണ്. നടുക്കടിനെ ധ്യാൻ സേ നീച്ചെ ദേക്കറേക്ക് ഗിട്ടി ഉടായി. നടുക്കട് ശ്രദ്ധയോടെ താഴെ നിന്നും ഒരു ഗിട്ടി എടുത്തു. ഓർ ജഡ്ബഡ് കോ ദിഖാത്തെ ഹുയെ പോലെ. എന്നിട്ട് അത് ജഡ്ബഡിനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു, ഗിട്ടി ഐസിലോ, നീ എടുക്കുന്ന കല്ല് ഇങ്ങനെയുള്ളതായിരിക്കണം. ജോ ജ്യാദാ ഭാരി ഓർ ഗുർദുരി നഹോ. അതിന് നല്ല ഭാരം ഉണ്ടാവാനും പാടില്ല, അത് കൂർത്തതുമാവരുത്, അതായത് മിനുസമില്ലാത്തത്, റഫായിട്ടുള്ള കല്ലാവരുത്. അത് ഗുർദുരി പറഞ്ഞാല് പരുപരുത്തതാവരുത്. ഹൽക്കി ഓർ ചികന്നി ഹോ. അതെങ്ങനെയുള്ളതായിരിക്കണം? നേർത്തതും കുറച്ച് മിനുസമുള്ളതും, അതായത് തിളങ്ങുന്നത് അഥവാ മിനുസമുള്ളതും എന്നൊക്കെ ഉള്ള അർത്ഥം. ഹൽക്കി പറഞ്ഞാൽ നേർത്തത്, അധികം കനമില്ലാത്തതും മിനുസമുള്ളതും ആയിരിക്കണം. ആർ ഉസേ ഇസ് തരഫ് ബെങ്കെ. എന്നിട്ട് അതിനെ ഇങ്ങനെയാണ് എറിയേണ്ടത്. ഇസ് തരഫ് ഫേങ്കോ. എന്നിട്ട് അതിനെ ഇങ്ങനെ എറിയൂ എന്ന് പറഞ്ഞിട്ട് ചേട്ടന് അനുജൻ കാണിച്ചു കൊടുക്കുന്നു. ലേക്കിൻ അബ് തക്ക് ജഡ്ബഡ് കാ ധ്യാൻ ബാൺ ചുകാത. പക്ഷെ അപ്പോഴേക്കും ജഡ്ബഡിന്റെ ശ്രദ്ധ മാറിയിട്ടുണ്ടായിരുന്നു. വഹ് പോക്കർ കെ പാനി പർ തൈർത്തി ബതക്കോ കോ ധ്യാൻ സേ ദേഖ് രഹാ താ. അവൻ പോക്കർ കെ പാനിമേ, കുളത്തിലെ വെള്ളത്തിൽ നീന്തുന്ന താറാവുകളെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. അവൻ ആ ശ്രദ്ധിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും അവന്റെ ശ്രദ്ധ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കഹാനി ഇവിടെ പൂർണ്ണമായി. ഇത്രയാണ് നമുക്ക് ഈ കഹാനി പഠിക്കാനുള്ളത്. ജഡ്ബഡും നടുക്കടും. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതാം. ഓക്കെ.